മനോ, വേഗം അകത്തേക്ക് വാ, അമ്മ വിളിക്കുന്നുണ്ട്. മോനെ, ലിസ്റ്റ് ബാഗിലുണ്ട്, മാർക്കറ്റിൽ പോണം. സൂക്ഷിച്ചു പോണേ, ലിസ്റ്റ് ബാഗിലുണ്ട്. പുറമേൽ എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ മേടിച്ചോളൂ. ലിസ്റ്റ് പ്രകാരം ഞാൻ എടുത്ത് വെച്ചോളാം. ലിസ്റ്റ് ബാഗിലുണ്ട്. എന്താണ്? ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ്. അത് കുടിച്ചാൽ മസിൽസും ഹൈറ്റും വരും. എത്രയാ? 70 രൂപ. മനു, വന്നു മാർക്കറ്റിൽ നിന്ന്. ലിസ്റ്റ് അനുസരിച്ച് സാധനം വാങ്ങിച്ചോ, അതോ എന്തെങ്കിലും മറന്നോ? വിവ കുടിച്ച സ്ട്രെങ്ത് വരും അമ്മേ, വാങ്ങട്ടമ്മേ. ഒന്ന് പോയടാ, നല്ല ഭക്ഷണം കഴിച്ചാൽ ശക്തി കിട്ടിക്കോളും. ഓരോ വേണ്ടാത്ത ആവശ്യങ്ങളും. എന്താ അവൻ പറയണേ? വേണമെങ്കിൽ പോയി അച്ഛനോട് ചോദിക്കും. ഞാൻ 2 ദിവസത്തിനുള്ളിൽ നാട്ടിലേക്ക് പോവാ. എന്തിനാ ഇത്ര പെട്ടെന്ന് പോണേ? ആവശ്യങ്ങളുണ്ട്, ടിക്കറ്റ് വാങ്ങാൻ പറയൂ. ഒരാഴ്ച കഴിഞ്ഞ് പോയാ പോരെ? വിവ വാങ്ങിക്കച്ച മേടിക്കാൻ കുടിച്ച എന്താ യൂസ്? ശക്തി തരും അച്ഛ. ഒന്നും വേണ്ട. മനു, അമ്മമ്മ റെഡിയാണോ നോക്കിയേ. ഗൗരി, അമ്മ റെഡിയാണോ? മമ്മി, ഞാനും പോവാ സൈക്കിളിൽ സ്റ്റേഷനിലേക്ക്. സ്റ്റേഷനിലെല്ലാം തിരക്കുണ്ടാവേ, സൂക്ഷിക്കണേ മോനെ. നിങ്ങൾക്ക് എന്താ വേണ്ടിയെന്ന് വെച്ചാൽ വാങ്ങിച്ചു. അമ്മ ഇതൊക്കെ എന്തിനാ? ഇത് എന്റെ ഒരു സന്തോഷം. എന്താ കവറില്? വിവ മമ്മി. ആ കാശ് പോയി കിട്ടി. അമ്മമ്മ തന്നത് അമ്മേ. സാരമില്ലാടാ, നീ കരയാതെ. ഇവ നമുക്ക് ഇനിയും മേടിക്കാലോ. അന്ന് അവന്റെ ഒരു ചെറിയ കൊതി, അത് കയ്യിൽ കിട്ടിയിട്ടും നാവൊന്ന് രുചിച്ചു നോക്കണതിന് മുന്നേ ഉടഞ്ഞുപോയി. അന്ന് അവൻ ഒരുപാട് വിഷമായി. പക്ഷെ ഇതൊരു ഹാപ്പി എൻഡിങ് സ്റ്റോറിയാണ്. കാരണം എന്താണോ, അന്ന് അവൻ പഠിച്ചൊരു പാഠമുണ്ട്. നമ്മളുടെ ആഗ്രഹങ്ങൾ അത് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. അത് നേടണമെങ്കിൽ സൂക്ഷിച്ചും ചിന്തിച്ചും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കണം. എടുത്തു ചാടണം.